ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മോളുമായിട്ടാണ് ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അതെന്താ മോളായിട്ട് വന്നു വെച്ചാൽ ഇവളെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇവളെ ബേസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ, ആഫ്റ്റർ ഡെലിവറി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിടുന്ന ചില വേസ്റ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വരുന്ന അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിന് ഒരു എന്താ പറയുക, മ്ലേച്ഛകരമായ ചില പറച്ചിലുകൾ എന്ന് പറയാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പ്രസവിച്ചിട്ട് അത്രക്കും ട്രോമയിൽ നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ അത്രക്കും പെയിനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നമ്മളവിടെ കിടക്കുമ്പോൾ വന്ന് പറയുന്നതാണ്, അയ്യോ ബേബി കളറില്ല, അല്ലെങ്കിൽ ബേബി തടിയില്ല എന്നൊക്കെ. എടോ, അതൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു എനിക്ക് അറിയത്തില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞിട്ടൊരു 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. സി സെക്ഷൻ ആയിരുന്നു എൻ്റെ. അപ്പം അത്രക്കും ബുദ്ധിമുട്ടും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സഹിച്ച്, ബേബിക്ക് പാൽ കൊടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല എന്നൊക്കെ. ആ ഒരു ടൈമിൽ ഒരാൾ വന്നു എൻ്റെ റൂമിലോട്ട്. എന്നിട്ട് വന്ന് പറഞ്ഞു, ബേബിനെ നോക്കി, ബേബിനെ എടുത്തേക്ക് പറയാം, ബേബി കളറില്ലല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രക്കും പെയിൻ സഹിച്ച് നമ്മളൊരു ബേബിനെ, നമ്മളുടെ ബ്ലഡ്, നമ്മുടെ എല്ലാം, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ജീവനാണ് നമ്മുടെ അടുത്ത് കിടക്കുന്ന ആ കുഞ്ഞു ബേബി. അതിനെ നോക്കിയിട്ട് അവർ പറയാം, അയ്യോ കളറില്ലല്ലേ എന്ന്. ഇവരൊക്കെ എന്താ പറയേണ്ടത്? എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തടിയില്ലല്ലോ കുട്ടി. പിന്നെ ഈ കുഞ്ഞു ഒരു മാസം പോലും ആവാത്ത ഈ കുഞ്ഞു പൈതെല്ലാം നോക്കിയിട്ട് തടിയില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എവിടം വരെ എത്തി ഇവരുടെ ബുദ്ധി? എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മോള് 3.5 കിലോനുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. അത് ഈ ബർത്ത് വെയിറ്റിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു എൻ്റെ കുട്ടി. അതിനെ നോക്കിയിട്ട് വെയിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം എന്താ? ഇപ്പൊ പ്രസവിച്ച ന്യൂ ബോൺ ബേബി 30 കിലോ വേണോ, അല്ലെങ്കിൽ 40 കിലോ വേണോ? എന്തുവാടേ? എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടത്. ഞാൻ പറഞ്ഞു, വെയിറ്റ് കുറവാന്ന് പറഞ്ഞു. വെയിറ്റ് കുറവാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, വെയിറ്റ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഇവരോടൊക്കെ എന്ത് പറയാനാ? ഇവരൊക്കെ നമ്മൾ ഉപദേശിച്ചാലോ നമ്മൾ പറഞ്ഞെടുത്താലോ ഒന്നും നന്നാവാൻ പോകുന്ന ടീംസ് ഇല്ല. ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഇവർക്കൊരു മനസ്സുഖം. ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടായിരിക്കണം. ഇതെന്തായാലും എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. വീഡിയോ കാണുമെന്ന് വിചാരിക്കാം, അങ്ങനെയും നന്നാവട്ടെ വിചാരിക്കാം. നമ്മളിങ്ങനെ കുറേ ആൾക്കാർ വരും, മാനസികമായിട്ട് നമ്മളിങ്ങനെ വിഷമി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ മ്ലേച്ഛമായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കളറിലൊന്നല്ല കാര്യം, അവരുടെ ഹെൽത്ത് നല്ല ആരോഗ്യമുള്ള ബേബി ആയിട്ടിരിക്കുക. ഒരു പ്രശ്നങ്ങളും വയ്യായികളും വരാതെ അവർ നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു ബേബി ആയിട്ടിരിക്കുക. അല്ലാതെ കളറിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ ഇതുപോലെ ഓരോ വീട്ടിലും ഓരോ അമ്മമാരോട് ഇങ്ങനെ ചോദിച്ച് വിഷമിപ്പിക്കാതെ ചിന്തിക്കുക. നിങ്ങളുടെ മക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, അല്ലെങ്കിൽ നിങ്ങളുടെ ആരും ആയിക്കോട്ടെ, ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ ഇങ്ങനത്തെ മ്ലേച്ഛമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഇരിക്കുക. ഓക്കെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ലടോ ഇങ്ങനത്തെ ഉള്ളവരോടൊക്കെ. എനിക്ക് ഇവരോടും വെറും പുച്ഛം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ എന്താ പറയേണ്ടതിന് എനിക്ക് അറിയത്തില്ല. ഇവരൊക്കെ എന്നോ മാറുമെന്ന് ഗോഡിനറിയാം. മാറുമായിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.